ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ഞാൻ ഈ ചാർട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഈ ചാർട്ട് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഇതിൽ ഞാൻ ഇന്നലെ വരച്ച സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പം ഇന്നത്തെ മാർക്കറ്റിൽ ഇന്നലെ ഞാൻ വരച്ച സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ഇന്നത്തെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 50 മിനിറ്റ്സിലാണ് ഞാൻ ഇന്നലെ വരച്ചത്. അപ്പം ഇപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാനിതൊരു 1 മിനിറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ 1 മിനിറ്റിലെ ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 1 മിനിറ്റിലെ ക്യാൻഡിൽ എടുക്കുമ്പം നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇന്നലത്തെ ഒരു റേഞ്ചിലാണ്. അപ്പം ഇന്ന് മാർക്കറ്റ് ഫസ്റ്റ് ഓപ്പൺ ആയത് ഇന്നലത്തെ അതേ സെയിം റേഞ്ചിലാണ്. അപ്പം ഓപ്പൺ ആയ പാട് തന്നെ ഇത് റിജക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം സെല്ല് ചെയ്ത് താഴേക്ക് വരികയാണ് മാർക്കറ്റ്. അപ്പോൾ സെല്ല് ചെയ്ത് താഴേക്ക് വന്നിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഉള്ള ഈ ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ വെച്ചിട്ടാണ് സപ്പോർട്ട് എടുക്കുന്നത്. സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്യാണ് മുകളിലേക്ക്. ഒന്നും കൂടി ട്രൈ ചെയ്തിട്ടും അത് ഫെയിലായി താഴേക്ക് തന്നെ വരുന്നു. വീണ്ടും അവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ട്രൈ ചെയ്യുന്നു. എന്നിട്ട് ഫെയിലായി താഴെ നമ്മുടെ ഒരു മെയിൻ സപ്പോർട്ട്, അതായത് ഇൻട്രാഡേ സപ്പോർട്ടിലേക്ക്, മെയിൻ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻട്രാഡേ സപ്പോർട്ടിലേക്ക് വീണ്ടും വന്ന് അവിടുന്ന് സപ്പോർട്ട് എടുക്കുന്നു. സപ്പോർട്ട് എടുത്തിട്ട് ഈ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് അത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെയൊക്കെ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് നല്ല എൻട്രീസൊക്കെ ഇവിടെ കിട്ടും. ബ്രേക്ക് ചെയ്ത് നമ്മൾ ഇന്നലെ വരച്ച ആ ഒരു റെസിസ്റ്റൻസ് സോണിലേക്ക് മാർക്കറ്റ് എത്തി. ഇന്നലെ നമുക്ക് വരച്ച ആ റെസിസ്റ്റൻസ് സോൺ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിരുന്നു. ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടുന്ന് ഒരു സെൽ ഓഫ് വരുന്നുണ്ട്. വീണ്ടും അത് ട്രൈ ചെയ്ത് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെ വീണ്ടും മാർക്കറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഒരു 3 ടൈംസ് അത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 3 ടൈംസും അത് ഫെയിലാവുന്നുണ്ട്. അത് ഫെയിലായി വീണ്ടും മാർക്കറ്റ് താഴെ വന്ന് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇന്നലെ നമ്മൾ വരച്ച അല്ലെങ്കിൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചാർട്ട് ആദ്യമേ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് നാളത്തെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ക്യാൻഡിലിന് മുകളിലായിട്ടാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തിരിക്കുന്നതും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലൊരു ബുള്ളിഷ് ഇതായിട്ട് തന്നെയാണ് ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് വന്നിരിക്കുന്നത്. സോ ഒരു ലോങ് മൂവിനുള്ളൊരു സെറ്റപ്പ് ബാങ്ക് നിഫ്റ്റിയിൽ ആയിട്ടുണ്ട്. അപ്പം നിഫ്റ്റിന്റെ കേസിലും അതുപോലെ തന്നെയാണ്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഇന്നത്തെ ക്ലോസ് വന്നിരിക്കുന്നത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് ആഫ്റ്റർനൂൺ നല്ല റിജക്ഷൻ വന്ന ക്യാൻഡിൽ ക്ലോസ് വന്നിട്ടുണ്ട്. സോ ഒരു ലോങ് സെറ്റപ്പ് തന്നെ ബിൽഡ് ആവുന്നുണ്ട്. അപ്പം നിഫ്റ്റിന്റെ ഇൻഫോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്, PCR വാല്യൂ, മാക്സ് പെയിൻ, ഇത്രയും ഡേറ്റാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് OI ആണെങ്കിലും കോൾ OI ആണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57ലാണ്. അപ്പോൾ 57ലാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക്, ഈ 57,000 സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ്സ് വന്നിരിക്കുന്നത്. ഇപ്പോൾ OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നത് 57ൽ തന്നെയാണ്. ഇപ്പം കോൾ OI ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 57,200ലാണ്. അപ്പം ഈ 2 സ്ട്രൈക്ക് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ പുട്ടാണെങ്കിലും അല്ലെങ്കിൽ കോൾ ആണെങ്കിലും വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഇവിടെ എക്സലിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സലിലെല്ലാം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ്, മാക്സ് പെയിൻ, PCR വാല്യൂ. PCR എന്ന് പറയുന്നത് ഒരു 8.7 ആണ്. സ്ലൈറ്റ്ലി ഒരു വേരിയേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. ഹയസ്റ്റ് കോൾ OI വന്നിരിക്കുന്നത് 57ലാണ്. ഹയസ്റ്റ് പുട്ട് OI വന്നിരിക്കുന്നത് 57,000ലാണ്. അപ്പൊ അതായത് ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് സോൺ ആയിട്ടും ഈ 57,000 എന്ന് പറയുന്നത് വർക്ക് ആവുന്നുണ്ട്. ഇനി ഹയസ്റ്റ് കോൾ OI ചേഞ്ച് വന്നിരിക്കുന്നത് 57,200ലാണ്. അതായത് ഒരു ഫ്രഷ് റെസിസ്റ്റൻസ് അവിടെ ബിൽഡ് ആവുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഹയസ്റ്റ് പുട്ട് OI ചേഞ്ച് വന്നിരിക്കുന്നതും 57,000ൽ തന്നെയാണ്. സോ സപ്പോർട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നുണ്ടെന്ന് വേണം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ. ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിന്റെ ചാർട്ട് എടുക്കാം. ബാങ്ക് നിഫ്റ്റിന്റെ ചാർട്ടിൽ 50 മിനിറ്റ്സിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചാർട്ട് സാധാരണ വരയ്ക്കുന്നത്. അപ്പം 50 മിനിറ്റ്സിന്റെ ചാർട്ട് ആക്കിയിട്ട്
നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 57ലാണ്. സോ 57,000 എന്നാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ഇതിൽ, അതായത് കോൾ റേറ്റിംഗും പുട്ട് റേറ്റിംഗും 57 തന്നെയാണ്, പക്ഷെ കൂടുതൽ OA ചേഞ്ച് വന്നിരിക്കുന്നത് പുട്ടിലാണ്. സോ 57,000 എന്ന് പറഞ്ഞ സ്ട്രോങ് ആയിട്ടും 57,200 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടും നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പം 57,000 എന്ന് പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ടായിട്ടും 57,200 എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ടും നമുക്ക് ഇതിൽ നിന്ന് കണക്കാക്കാൻ പറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി 57 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം ഇത് രണ്ടുമാണ് ഒരു നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. 57,000 സപ്പോർട്ടും 57,200 ഒരു റെസിസ്റ്റൻസ് സോണും കിട്ടും. പിന്നെ ഈ ചാർട്ടിൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പം ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ വാല്യൂ നോക്കിയാലും ചാർട്ട് ആണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ് കിട്ടുന്നത്. സെയിം നമുക്ക് ഇവിടെ കിട്ടുന്നത് 56,500 നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 56,500 ആണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് രണ്ട് സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും ഉണ്ട്. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് വരുന്നത് ഇത് ഇന്നലെ വരച്ച അതേ സെയിം റെസിസ്റ്റൻസ് തന്നെയാണ്. 57,500 നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് സോണും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് സോൺ. നിഫ്റ്റിയുടെ ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ്, PCR വാല്യൂ, മാക്സ് പെയിൻ, ഈ 3 വാല്യൂസും നമുക്ക് കിട്ടും. ഇപ്പം നിഫ്റ്റിന്റെ ഒരു അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗും കോൾ റേറ്റിംഗും നോക്കുകയാണെങ്കിൽ പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,200 കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,500 25,500 നല്ല റേറ്റിംഗ്സ്, കോൾ റേറ്റിംഗ്സ് നടന്നിട്ടുണ്ട്. 25,200 ആണ് ഏറ്റവും കൂടുതൽ പുട്ട് റേറ്റിംഗും നടന്നിരിക്കുന്നത്. അപ്പോൾ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പുട്ട് OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,150 തന്നെ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,250 അപ്പം ഇത്രയും ഡേറ്റാസ് ആണ് ഞാനിവിടെ എക്സലിൽ എടുത്തിരിക്കുന്നത്. നിഫ്റ്റിന്റെ ക്ലോസ് വന്നിരിക്കുന്നത് 25,195.8 ആണ്. മാക്സ് പെയിൻ വന്നിരിക്കുന്നത് 25,200 അപ്പൊ നാളെ എക്സ്പയർ ആയതുകൊണ്ട് മാക്സ് പെയിൻ ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് 25,200 എക്സ്പയർ ആവുന്നത്. അപ്പൊ നാളത്തെ ഒരു മാർക്കറ്റ് നോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാൻ. മാക്സ് പെയിൻ നാളത്തേക്ക് അത് ചേഞ്ച് ആവും. അപ്പൊ PCR വാല്യൂ എന്ന് പറയുന്നത് 0.8 ആണ്. 0.8 എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ഒരു ബെയറിഷ് ആയിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ഹയസ്റ്റ് കോൾ OA നോക്കുകയാണെങ്കിൽ 25,500 സോ അത് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ ആയിട്ടുണ്ട്. ഹയസ്റ്റ് പുട്ട് OA നോക്കുകയാണെങ്കിൽ 25,200 അതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ടും ഉണ്ട്. ഇപ്പോൾ കോൾ OA ചേഞ്ച് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,250 അതായത് ഇന്നത്തെ ക്ലോസിങ്ങിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഇമ്മീഡിയറ്റ് ഒരു റെസിസ്റ്റൻസ് സോൺ ബിൽഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുട്ട് OA ചേഞ്ച് വന്നിരിക്കുന്നത് 25,150 അതായത് ഒരു ഫ്രഷ് ഒരു സപ്പോർട്ട് സോൺ ഈ 25,150 ബിൽഡ് ആവുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു 50 മിനിറ്റ്സിന്റെ ചാർട്ട് എടുത്തിട്ട് നമുക്ക് ചാർട്ട് അനാലിസിസിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് ഈ 25,000 അപ്പോൾ 25,000 എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ടും ഈ 25,500 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോൺ. അപ്പോൾ നാളെ ഇപ്പോൾ എക്സ്പയർ ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ ഒരു റേഞ്ചിൽ നിൽക്കാനാണ് ചാൻസ്. അതല്ല ഇത് ഏതെങ്കിലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും 25,250 അടുത്തൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ബിൽഡ് ആയിട്ടുള്ളത്. അവിടെ നല്ലൊരു കോൾ OAയിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അത് നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി പുട്ട് OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 25,150 അപ്പം 25,150 നമുക്ക് ഒരു റെസിസ്റ്റൻസും നമുക്ക് കൺസിഡർ ചെയ്യാം. നല്ലൊരു സപ്പോർട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,150 25,150 നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോണും കിട്ടും. അപ്പം ഇപ്പം ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത് ഈ ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിലാണ്.
മൊത്തം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു മൂവ്മെന്റ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ്. അപ്പം നാളെ ഇപ്പം ഫസ്റ്റ് ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ആയിരിക്കും, ഈ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 ബ്രേക്ക് ചെയ്ത് 250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 350 വരെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫർദർ പോവുകയാണെങ്കിൽ മാക്സിമം നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് വരുന്നത് 25,500ലാണ്. ഇപ്പം താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ 25,150 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് വരുന്നത് 25,000ലാണ്. നിഫ്റ്റിയുടെ ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് 25,250 ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് 25,150 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത മെയിൻ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ 25,000ലും 25,500ലുമാണ്. അതൊക്കെയാണ് നിഫ്റ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു.